ഇവിടെ ഒരു ഫിൽറ്റർ ഉണ്ട്. ഒരു വിരൽ വെച്ച് ഇങ്ങനെ പ്രസ് ചെയ്ത് ഇങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റുന്നത് ഇങ്ങനെ. ഓക്കെ. ഇൻ കേസ് വന്നില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം വെച്ചിട്ട് ഈ ഫിൽറ്റർ ഈ ഹോള് കൊടുത്തേക്കുന്നത് അങ്ങനെ അതിന് വേണ്ടിയിട്ടാണ്. ഈ ഫിൽറ്റർ എടുത്ത് വീക്കിലി 1 ടൈം, ആഴ്ചയിൽ ഒരിക്കലും നമ്മൾ ഇത് ഫിൽറ്റർ കഴുകണം. വെള്ളത്തിനകത്ത് വരുന്ന പൊടി അഴുക്കുകൾ ഇവിടെ നടന്നിരിക്കും. ഇത് മസ്റ്റ് ആയിട്ട് ചെയ്യണം കേട്ടോ. ഇവിടാണ് നമ്മൾ ഈ വെള്ളം കണക്ട് ചെയ്യുന്നത്. ഇങ്ങോട്ട് വെക്കുക. അതിന് ശേഷം കുപ്പിയുടെ അടപ്പ് തിരിക്കാൻ തന്നെ തിരിച്ച് മുറുക്കി വെക്കുക. ആഴ്ചയിൽ ഒരിക്കൽ. ടാപ്പ് തുറന്ന് തന്നെ ഇട്ടേക്കുക. വേണ്ട, ആവശ്യത്തിന് എടുക്കത്തുള്ളൂ. അതിനാവശ്യമുള്ള വെള്ളം. ഇതാണ് ഡിറ്റർജന്റ് ഫിൽറ്റർ. കംഫർട്ട് പോലത്തുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ടബ് കണ്ട് ഇങ്ങോട്ട് തിരിക്കുമ്പോൾ ഇവിടെ ഹോള് കാണാൻ പറ്റും. ഇത് വലത്തോട്ട് മാത്രമേ, ക്ലോക്ക് വൈസ് മാത്രമേ തിരിക്കാൻ പറ്റുള്ളൂ. ഇതിന്റെ കംഫർട്ടൊക്കെ ഇവിടെ ഒഴിച്ചു കൊടുക്കണം. നോർമൽ ഡിറ്റർജന്റ് ആണെങ്കിൽ ഇവിടെ ലിക്വിഡ് ഒഴിച്ചു കൊടുക്കണം. ഇതിന് നേരെ ഓപ്പോസിറ്റ് ഇത് ഇവിടെ ഒരു ഫിൽറ്റർ ഉണ്ട്. ഒരു വിരൽ വെച്ച് ഇങ്ങനെ പ്രസ് ചെയ്തെടുക്കുന്നതാണ്. തുണിക്കകത്ത് വരുന്ന ലിൻഡ് പോലത്തുള്ള അഴുക്കുകൾ ഇതിനകത്തിരിക്കും. 1-2 വാഷ് കംപ്ലീറ്റ് ആകുമ്പോൾ നമ്മൾ ഈ ഫിൽറ്റർ എടുത്ത് ക്ലീൻ ചെയ്യുക. ബ്രഷ് യൂസ് ചെയ്ത് ക്ലീൻ ചെയ്യണം. തിരിച്ച് അതേ കണക്ക് തന്നെ വെക്കുക. സെൻറ്റർ പോർഷൻ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇത് ലിക്വിഡ് ബ്ലീച്ച് ഓൺലി ചെയ്യുന്നത്, അതായത് ബ്ലീച്ചിങ് ലിക്വിഡ്. നമ്മൾ എല്ലാ ഡ്രസ്സിനകത്തും ബ്ലീച്ച് ചെയ്യാറില്ല. ബ്ലീച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ബ്ലീച്ചിങ് ലിക്വിഡ് നമ്മൾ ഈ ഒരു പോർഷനിൽ വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. പവർ ഓൺ ചെയ്യുന്ന ബട്ടണാണിത്. പവർ ഓൺ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ 1 എഴുതി കാണിക്കും. ഇങ്ങനൊരു ക്ലസ്റ്റർ ഓൺ ആയിട്ട് വരും. 1 എന്താണെന്നാണ് എഴുതിയേക്കുന്നത്? നോർമൽ. ഇവിടെ സ്വിച്ചുകളൊന്നും തന്നെ ഇല്ല. നോർമൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ ക്ലോത്തുകൾ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ് നോർമൽ. ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന ബട്ടണാണ്. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിലോ ഉണ്ടെന്ന് ചെക്ക് ചെയ്തതിന് ശേഷം അതിനാവശ്യത്തിനുള്ള വെള്ളം എടുത്ത് വാഷ് ചെയ്യും, റിൻസ് ചെയ്യും, സ്പിൻ ചെയ്യും. അല്ലാതെ പഠിക്കുന്ന സമയത്ത് ഡ്രസ്സ് എടുത്തിരുന്നാൽ മാത്രം മതി. വെള്ളം നമുക്ക് നമ്മുടേതായ രീതിയിൽ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്രം വാട്ടർ ലെവൽ എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ലെവൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ അതിന് ആവശ്യത്തിനുള്ള വെള്ളം അതിന് KG അനുസരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് അത് തന്നെ എടുക്കും. രണ്ടാമത്തെ ഫംഗ്ഷനിലോട്ട് ചേഞ്ച് ചെയ്യുന്ന ബട്ടണാണ് 2 ക്വിക്ക് വാഷ്. 30 മിനിറ്റിനുള്ളിൽ തുണി വാഷ് ചെയ്ത് റിൻസ് ചെയ്ത് സ്പിൻ ചെയ്ത് കിട്ടും. 30 മിനിറ്റ് വർക്കിംഗ് ടൈമാണ് പറയുന്നത്. നമ്മൾ എത്ര കിലോ തുണിയുണ്ടോ മീൻസ് അതിനകത്ത് 1-2 ജോഡി ഡ്രസ്സ്, കട്ടി കുറഞ്ഞ നേർത്ത തുണികൾ മാത്രമേ നമുക്ക് ഈ ഓപ്ഷനകത്തിട്ടിട്ട് വാഷ് ചെയ്യാൻ പാടുള്ളൂ. 3 ഡെലിക്കേറ്റ്സ്, വളരെ സോഫ്റ്റ് മെറ്റീരിയൽ ഡ്രസ്സുകളൊക്കെ നമ്മൾ ഇതിനകത്തിട്ട് വേണം വാഷ് ചെയ്യാനായിട്ട്. 4 ബെഡിങ്, ബെഡ്ഷീറ്റ്, പില്ലോ കവർ, കർട്ടൻസ് തുടങ്ങിയ ഡ്രസ്സുകൾ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. 5 ജീൻസ് പാൻറ്റുകൾ, ഡെനിം ഡ്രസ്സുകൾ, കട്ടി കൂടിയ ഡ്രസ്സുകളൊക്കെ നമുക്ക് ഈ ഓപ്ഷനകത്തിട്ടിട്ട് വാഷ് ചെയ്യാവേ. 6 എനർജി സേവിങ്, എടുക്കുന്ന കറണ്ടിന്റെ കൺസപ്ഷനകത്താണെങ്കിലും എടുക്കുന്ന വെള്ളത്തിന്റെ അളവിനകത്താണെങ്കിലും താരതമ്യേന ബാക്കിയുള്ള എല്ലാ ഓപ്ഷനെ അപേക്ഷിച്ച് കുറവായിരിക്കും. അത്യാവശ്യം ഡ്രസ്സ് വാഷ് ചെയ്യാനായിട്ട് അതിനകത്ത് ഒരു അഴുക്കും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ മാത്രം നമുക്ക് എനർജി സേവിങ് യൂസ് ചെയ്യാം. 7 റിൻസ് പ്ലസ് സ്പിൻ, റിൻസും സ്പിന്നും മാത്രം ചെയ്തെടുക്കാനുള്ള ഫംഗ്ഷനാണ് റിൻസ് പ്ലസ് സ്പിൻ. 8 എക്കോ ടബ് ക്ലീൻ, ടബ് കഴുകാനുള്ള ഫംഗ്ഷനാണ്.